ഹായ് ഓൾ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2025 തമിഴിലെ ഏറ്റവും ലേറ്റസ്റ്റായി ഇറങ്ങിയ ഹൗസ് മേറ്റ്സ് എന്ന് പറയുന്ന ഒരു അടിപൊളി ഫാൻറ്റസി ഹൊറർ മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അടിപൊളി ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇങ്ങനെ നേരെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ നമ്മുടെ ഹീറോയെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഒരു ഫ്ലാറ്റ് മേടിക്കാൻ വേണ്ടി വരുന്ന സീനാണ് കാണിക്കുന്നത്. അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ആ വീട് മേടിക്കുന്നതിന് എന്തോ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ ഹീറോയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. വേറൊന്നുമല്ല, രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ക് തട്ടി ആ പേപ്പറിലോട്ട് വീഴുക. അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ താക്കോൽ വാങ്ങാൻ നേരത്ത് നമ്മുടെ ഹീറോയുടെ കയ്യിൽ നിന്ന് താക്കോൽ തറയിൽ വീഴുക. എന്തൊക്കെയോ ഒരു ദുശകനം പിടിച്ച രീതിയിലാണ് ആദ്യം ആ ഫ്ലാറ്റ് വാങ്ങുന്നതിന് മുമ്പുള്ള സീൻ കാണിക്കുന്നത്. എന്നിരുന്നാലും ആ ഒരു തടസ്സങ്ങളൊക്കെ നമ്മുടെ ഹീറോ വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാര്യം അവനൊരു വീട് അത്യാവശ്യമായിരുന്നു. അതായത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ആ ഫ്ലാറ്റ് സ്വന്തമാക്കുന്നത്. അത് വേറെ ആർക്കും വേണ്ടിയല്ലായിരുന്നു. പുള്ളിക്കാരൻ്റെ ഒരു കാമുകയുണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയായിരുന്നു ആ ഫ്ലാറ്റ് അവൻ സ്വന്തമാക്കുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഹീറോ ഉണ്ടല്ലോ കുറച്ച് നാൾ നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിലായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഇവർ പരസ്പരം കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. അങ്ങനെ ഇവരുടെ ഇഷ്ടമൊക്കെ ഉണ്ടല്ലോ ആ മൊട്ട ഡാഡി ഉണ്ടല്ലോ പുള്ളിക്കാരൻ കൈയോടെ പൊക്കും. എന്നിട്ട് ഇവനോട് പറയും, സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാതെ നിനക്ക് എൻ്റെ മോളെ ഒന്നും കെട്ടിച്ചേരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഹീറോയ്ക്ക് ഒറ്റ വിചാരമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഒരു വീട് സെറ്റാക്കണം. അതിനുവേണ്ടി അവൻ കഷ്ടപ്പെട്ട് കണ്ടെത്തിയാണ് ആ ഫ്ലാറ്റ്. അങ്ങനെ ഫ്ലാറ്റൊക്കെ സ്വന്തമാക്കി നമ്മുടെ ഹീറോ വീണ്ടും നമ്മുടെ മൊട്ട ഡാഡി ഉണ്ടല്ലോ പുള്ളിക്കാരനെ കാണാൻ പോകുന്ന സീനുണ്ട്. അവിടെ വെച്ച് പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ഫ്ലാറ്റ് വാങ്ങിയെന്ന് പറഞ്ഞ് എൻ്റെ മോളെ നിനക്ക് കെട്ടിച്ചു തരത്തില്ല എന്ന് പറയുന്നു. അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ എന്നുള്ള ഈ രീതിയിൽ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവർ അച്ഛനോട് ചൂടാവുകയാണ്. ആ ടൈമിൽ നമ്മുടെ ഹീറോയിനും കൂടെ വരുന്നുണ്ട്. അവൾ അവനോട് ദേഷ്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അച്ഛനാണ് വലുത്, ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ പറഞ്ഞു വിടുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ അവിടുന്ന് നേരെ ബൈക്ക് എടുത്ത് വീട്ടിലോട്ട് പോകുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ടാണ് നമ്മുടെ ഹീറോ നേരെ ഫ്ലാറ്റിലോട്ട് പോകുന്നത്. എങ്കിലാകട്ടെ പിറ്റേ ദിവസം രാവിലെ അവൻ കഥ തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ അവിടെ ഉണ്ടായിരുന്നു, അതും കല്യാണ പെണ്ണിൻ്റെ വേഷത്തിൽ. എന്താ സംഭവമെന്ന് അവന് മനസ്സിലായില്ല. അന്നേരമാണ് അവൾ പറയുന്നത്, ഞാൻ അന്നേരം നിൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ അവിടെ വലിയൊരു പ്രശ്നമുണ്ടായേനെ, അതുകൊണ്ടാണ് ആ ടൈമിൽ നിന്നോടൊപ്പം ഞാൻ ഇറങ്ങി വരാത്തതെന്നൊക്കെ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ അന്ന് തന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണമെല്ലാം കഴിക്കുകയും ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ പേടിച്ച ഫ്ലാറ്റിലോട്ട് വരുന്ന സീനും കാണിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. വേറൊന്നുമില്ല, അവൻ ആഗ്രഹിച്ച പോലെ അവൻ്റെ പെണ്ണിനെ അവന് കിട്ടുകയും ചെയ്തു, സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് കിട്ടുകയും ചെയ്തു. അങ്ങനെ കല്യാണത്തിൻ്റെ പരിപാടിയും ഫ്ലാറ്റിലൊക്കെ ഏറ്റവും എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ കുറച്ച് നാൾ ലീവായിരുന്നല്ലോ. അങ്ങനെ ലീവെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓഫീസിലോട്ട് പോകുന്ന സീനുണ്ട്. അന്നേരം അവളോട് പറയുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് നമ്മുടെ ഹീറോ പോകുന്നത്. അങ്ങനെ ഇരിക്കുക നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ആ ഫ്ലാറ്റെല്ലാം വൃത്തിയായിക്കൊണ്ടിരുന്ന സമയത്ത് ആ കട്ടിലിനടിയിൽ ആരോ എന്തൊക്കെയോ കൊണ്ട് എഴുതിയിരിക്കുന്ന പോലെ കാണുന്നു. അതായത് നമ്മുടെ വീട്ടിലെ പൊടി കുട്ടികളൊക്കെ ചുമരിനകത്ത് ഇങ്ങനെ വരച്ച് വെക്കത്തില്ലേ, അതേപോലെയായിരുന്നു ആ വീട്ടിലെ ചുമരിലും വരച്ച് വെച്ചിരുന്നത്. ഇത് കാണുന്ന ഹീറോ ഉണ്ടല്ലോ ഉടനെ തന്നെ ഫോൺ എടുത്ത് നമ്മുടെ ഹീറോ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് ഈ കാര്യം പറയുമ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ്, ആ ഫ്ലാറ്റിൽ ഇതിനു മുമ്പ് താമസിച്ചാൽ ഏതെങ്കിലും കുട്ടികൾ വരച്ചായിരിക്കും, നീ അത് കാര്യമാക്കേണ്ട, വിട്ടേക്കൂ എന്ന് പറയുന്നു. അങ്ങനെ അത് ശരിയായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ നേരെ ബാത്റൂമിലോട്ട് പോകുന്ന സീനുണ്ട്. ആ ടൈമിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് പൈപ്പ് തന്നെ ഓണാവുന്നു. ഇതെന്താ പൈപ്പ് തന്നെ ഓണായെന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ അങ്ങോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഹാളിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നത്. വേറൊന്നുമില്ല, അവിടെ ആരും TV ഓണാക്കിയിരിക്കുന്നു. ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേക്കും ഹീറോയിൻ ശരിക്കും പേടിക്കുകയാണ്. എന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ ഹീറോയെ വിളിച്ച് വീട്ടിലോട്ട് വരുന്ന സീനും കാണിക്കുന്നു. ഈ നടന്ന കാര്യമെല്ലാം നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്. എങ്കിലും അവൻ ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ കൂട്ടാകില്ല. എല്ലാം നിന്റെ തോന്നലാണ്, പുതിയ ഫ്ലാറ്റല്ലേ, എല്ലാം മാറിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സീൻ അവിടെ കട്ട് ചെയ്ത് പിന്നീട് കാണിക്കുന്ന ഒരു കുട്ടിയാണ്. കുട്ടിയുടെ പേരെന്ന് പറഞ്ഞാൽ മാഹി എന്നാണ് പേര്. പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് കട്ടിലിരിക്കുന്ന സീൻ കാണുന്നു. ആ ടൈമിൽ അവൻ്റെ ചുമരിലെ ബൾബ് തന്നെ കത്തുകയും അലമാര തന്നെ തുറക്കുകയും ചെയ്യുന്നു. കാര്യം ആ വീട്ടിൽ ആ മാഹി എന്ന് പറഞ്ഞ പയ്യൻ മാത്രമേ ഉള്ളൂ. കാര്യം അവൻ്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോയിരുന്നു. അലമാര തന്നെ തുറക്കുകയും അതിലെ തുണികളൊക്കെ തന്നെ അനങ്ങുന്നതും കൂടെ കാണുമ്പോഴത്തേക്ക് ചെറുക്കൻ ശരിക്കും പേടിച്ചു. അങ്ങനെ ഉടനെ തന്നെ അവർ അച്ഛനും അമ്മയും വന്നപ്പോഴത്തേക്ക് ഇവൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നല്ല പേടിച്ചുണ്ടാവും നമ്മുടെ പുള്ളിക്കാരന്. മാഹിക്ക് നല്ല പനിയും കൂടെ ആയി. അതുകൊണ്ട് തന്നെ ഇവർ അച്ഛനും അമ്മയും കൂടെ ഇവനെ എടുത്ത് നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്ന് സീൻ കാണിക്കുന്നുണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കും ഡോക്ടറോടും ഇവൻ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ബൾബ് തന്നെ കത്തുകയും അലമാര തന്നെ തുറക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, നിന്റെ തോന്നലാവും, നിനക്കങ്ങനെ തോന്നിയതാവും മോനെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഉടനെ അവൻ പറയുന്നുണ്ട്, ഇല്ല എൻ്റെ വീട്ടിൽ പേയുണ്ട്, പ്രേതമുണ്ട് എന്നൊക്കെ പറയുന്നു. ഡോക്ടറൊക്കെ എത്ര പറഞ്ഞിട്ട് നമ്മുടെ മാഹി പറയുന്നത് അവിടെ പ്രേതമുണ്ടെന്നായിരുന്നു. അന്നേരം ഡോക്ടർ അവനോട് പറയുന്നുണ്ട്, എങ്കിൽ ശരി, നീ പറയുന്നത് ശരിയാണ്, ഇനി പ്രേതമുണ്ടെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്ത് വീണ്ടും നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. പിന്നെയും പുള്ളിക്കാരുടെ വീട്ടിൽ സെയിം അവസ്ഥ തന്നെ, പൈപ്പ് തുറക്കുന്നു, കഥ അടയ്ക്കുന്നു. ആകെ മൊത്തം പേടിച്ച് നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ നേരെ വെളിയിലോട്ട് ഇറങ്ങി ഓടുന്നുണ്ട്. അങ്ങനെ ഫ്ലാറ്റിൻ്റെ വെളിയിലെത്തിയ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ അവിടെ ഒരു പച്ചക്കറി കൊണ്ടുവരുന്ന ഒരാളുണ്ട്. അയാളോട് ഈ ഫ്ലാറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത് ഇങ്ങനെയാണ്, F ബ്ലോക്കിലൊരു വീട്ടിൽ 10-12 വർഷം മുമ്പ് ഒരു ഫാമിലി അവിടെ താമസിച്ചിരുന്നുവെന്നും അവരവിടെ പോയതിനു ശേഷം എന്തോ ആക്സിഡൻറ്റ് പറ്റി മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആ വീട്ടിൽ പിന്നെ കുറച്ച് മന്ത്രവാദികളൊക്കെ വന്ന് ഹോമം ചെയ്ത് എല്ലാം റെഡിയാക്കിയതാണെന്നൊക്കെ പറയുന്നു. ആ വീട്ടിലാണോ നിങ്ങൾ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് ശരിക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇതും കൂടെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ശരിക്കും ഫ്ലാറ്റായി. അങ്ങനെ അന്ന് രാത്രി ജോലി കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൻ ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല.
അങ്ങനെ ഇവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് നമ്മുടെ ഹീറോയിനും നേരെ കടക്കാൻ പോകുന്ന സീനുണ്ട്. ആ ടൈമിലാണ് നമ്മുടെ ഹീറോയുടെ കണ്ണിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ തുടങ്ങിയത്. ഓഫ് ചെയ്ത TV തന്നെ ഓണാവുക, അതുപോലെ തന്നെ ബാത്റൂമിലോട്ട് ആരോ നടന്നു പോകുന്ന പോലെ അവന് തോന്നി. അവൻ എണീച്ച് പുറകെ ചെല്ലുമ്പോഴത്തേക്കും ആരെയും കാണുന്നില്ല. പക്ഷേ ടൈൽസിലുണ്ടല്ലോ കാലിൻ്റെ പാദം അവിടെ പതിഞ്ഞിരിക്കുന്നു. ഇതും കൂടെ കാണുമ്പോഴത്തേക്കും അവൾ പറഞ്ഞതെല്ലാം ശരിയാണെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഹീറോ നോക്കുന്നത്. അങ്ങനെ ആ ഒരു കാൽപാദമൊക്കെ ഫോളോ ചെയ്ത് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ നേരെ പോകുന്നുണ്ട്. അത് വേറൊന്നുമല്ലായിരുന്നു, നമ്മുടെ ഹീറോ ഒക്കെ കിടക്കുന്ന റൂമിൻ്റെ ഒരു ചെയറിലായിരുന്നു ആ കാൽപാദം പോയി ഇരിക്കുന്നത്. എന്നിട്ട് ഉടനെ തന്നെ ആ ചെയർ നേരെ നമ്മുടെ ഹീറോയുടെ മുഖത്തോട്ട് നോക്കി ആടുന്നത് കണ്ട് നമ്മുടെ ഹീറോ ശരിക്കും പേടിച്ചു. കട്ട് ചെയ്ത് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ഹീറോയിനും കൂട്ടി ഒരു സ്വാമിജിയെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരനോട് ഈ കാര്യമെല്ലാം പറഞ്ഞ് നേരെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് എന്തൊക്കെയോ നോക്കുന്നു. ആ ടൈമിൽ അയാൾ പറയുന്നത് ഇവിടെ നെഗറ്റീവ് എനർജി ഒന്നും തന്നെ ഇല്ല, പോസിറ്റീവ് വൈബാണെന്ന് പറയുന്നു. നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ താമസിച്ചോളൂ, ഇവിടെ പ്രേതബാധകളൊന്നും ഇല്ലെന്നുള്ള രീതിയിലാണ് സ്വാമിജി പറഞ്ഞത്. അങ്ങനെ അയാൾ പോയി കഴിഞ്ഞ് അന്നേ ദിവസം രാത്രിയും സെയിം ഇൻസിഡൻറ്റ് അവിടെ വീണ്ടും ഉണ്ടായി. ഈ ടൈമിൽ വേറൊന്നുമല്ല, നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് ആ ഒരു ചുമരുമേ ആരോ എന്തോ ഇടുന്ന പോലെ തോന്നി. ഇവൾ ഉടനെ അലറിക്കൊണ്ട് നമ്മുടെ ഹീറോയെ വിളിക്കുന്നുണ്ട്. ഹീറോ വന്ന് നോക്കുമ്പോഴത്തേക്കും ചുമരിൽ എന്തോ എഴുതിയിരിക്കുന്നു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു ആ ചോദ്യം. ഇത് കാണുന്ന നമ്മുടെ നായകനും നായികയും ശരിക്കും പേടിക്കുന്നുണ്ട്. എങ്കിലും അവർ ധൈര്യം സംഭവിച്ച് അവിടെ യെസ് എന്ന് പോയി എഴുതുന്നു. എന്നിട്ട് അവരോട് തന്നെ, അതായത് ഈ എഴുതിയില്ലേ, അവരോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഈ റൂമിൽ ഞങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ നമ്മുടെ നായിക എഴുതുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. അതായത് നമ്മൾ ആദ്യം കാണിച്ചില്ല മാഹിയും ഫാമിലിയും, ആ ഒരു ഫാമിലി നമ്മുടെ നായകനും നായികയും താമസിക്കുന്നത് ഒറ്റ ഫ്ലാറ്റിൽ ഒരു റൂമിലാണ്. അങ്ങനെ മറുവശത്തുണ്ടല്ലോ നമ്മുടെ മാഹി എഴുതുന്നത് കണ്ടോണ്ട് ഇവർ അച്ഛൻ വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഭിത്തിയിലൊക്കെ എഴുതുന്നതെന്ന് പറയുമ്പോഴത്തേക്ക്, ഞാൻ മാത്രമല്ല അച്ഛാ, ഈ റൂമിൽ ഞാൻ പറഞ്ഞില്ല ഒരു പ്രേതമുണ്ടെന്ന്, അവരും ചുമരിനകത്ത് എഴുതുന്നുണ്ടെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്കും അവിടുത്തെ അച്ഛനും അമ്മയും ശരിക്കും ഞെട്ടുകയാണ്. അവൻ പറയുന്ന പോലെ ആരോ ചുമരിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ആ ടൈമിലാണ് ഇവർക്ക് പരസ്പരം കാര്യം മനസ്സിലായത്. കാര്യം അവിടെ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ മറ്റേടത്ത് ഫാൻ ഓൺ ആവും, ഇവിടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് ഓൺ ആവും. ഇതെല്ലാം കൂടെ അപ്പോഴാണ് ഇവർ കത്തി വരുന്നത്. അങ്ങനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഇവർ പ്രേതമല്ലെന്ന് പരസ്പരം മനസ്സിലായി. എന്നിട്ട് നമ്മുടെ നായകൻ പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, നിങ്ങൾ ഈ ഫ്ലാറ്റിനെ വെളിയിലോട്ട് വരും, നമുക്ക് വെളിയിൽ വെച്ച് കാണാമെന്ന് പറയുന്നു. ഇത് കേട്ട പാടെ രണ്ട് കുടുംബങ്ങളുണ്ടല്ലോ ആ ഫ്ലാറ്റിന് വെളിയിലോട്ട് വരുന്ന സമയമുണ്ട്. ആ ടൈമിൽ നമ്മുടെ നായകനും നായികയും കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടും അവിടെ ആരെയും കാണുന്നില്ല. കട്ട് ചെയ്ത് വീണ്ടും അവർ നേരെ ഫ്ലാറ്റിലോട്ട് പോകുന്ന സീൻ കാണിക്കുന്നു. ഫ്ലാറ്റിലെത്തി നമ്മുടെ ഹീറോ ഉണ്ട് വീണ്ടും ചുമരിൽ എഴുതുകയാണ്, ഞങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് തിരിച്ച് നമ്മുടെ രമേശിൻ്റെ ഫാമിലി പറഞ്ഞ് ഇങ്ങനെയാണ്, ഞങ്ങൾ വന്നിരുന്നു, പുറത്തു നല്ല മഴയായതുകൊണ്ട് നിങ്ങളെ കണ്ടില്ലെന്ന് പറയുന്നു. അത് കേട്ട് ഹീറോ പറയുന്നുണ്ട്, പുറത്തു നല്ല മഴയോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, വെളിയിൽ മഴയില്ലെന്നൊക്കെ പറയുന്നു. അല്ല, നിങ്ങൾ ഏത് സമയത്താണ് ഇറങ്ങിയെന്ന് വെച്ചാൽ സമയമെല്ലാം കറക്റ്റാണ്, പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, ഇവർ തമ്മിൽ ഇറങ്ങിയ വർഷം വേറെയാണ്. കാര്യം നമ്മുടെ രമേശും ഫാമിലി 2012 അവിടെ ജീവിക്കുന്നത്, നമ്മുടെ ഹീറോ ആവട്ടെ 2022. ഇതൊക്കെ നമ്മുടെ രമേശും ഫാമിലി വിശ്വസിച്ചില്ല. പിന്നെ 2022 അപ്പം ഞങ്ങളാരാ, ഞങ്ങൾ 2012 എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ 2012 പിറ്റേ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് സത്യമാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് നോക്കാൻ പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം രമേശും ഫാമിലി ഇവൻ പറഞ്ഞ് നമ്മുടെ ഹീറോ പറഞ്ഞ കുറേ ഇൻസിഡൻറ്റ് ഉണ്ടല്ലോ അതെല്ലാം നടക്കുന്നത് നോക്കുന്നുണ്ട്. ശരിയാണ്, അവൻ പറഞ്ഞ പോലെ എല്ലാം നടക്കുന്നു. അപ്പോൾ തന്നെ ഇവർക്ക് കാര്യം മനസ്സിലായി, അവൻ കള്ളമല്ല പറയുന്നത്, ഇതെല്ലാം സത്യമാണെന്ന് ആ ടീമുകൾക്ക് പരസ്പരം മനസ്സിലായി. കട്ട് ചെയ്ത് നമ്മുടെ ഹീറോ വന്ന് അവരുടെ സുഹൃത്തിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇത് കേട്ടിട്ട് അവൻ പറയുന്നുണ്ട്, എന്തോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് രണ്ടുപേർക്കുമുണ്ട്, അത് എന്താണെന്ന് കണ്ടുപിടിച്ച് ഉടനെ തന്നെ ഇത് പരിഹാരം ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും പ്രോബ്ലം തുടങ്ങിയ അതിനുശേഷമാണ്. നമ്മുടെ നായകൻ ബാത്റൂമിൽ കയറി ഫ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഫ്ലഷ് ഓൺ ആവുക, ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് ഓൺ ആവുക, മിക്സി ഓൺ ആക്കി കഴിഞ്ഞാൽ അവിടെ മിക്സി ഓൺ ആവുക. അങ്ങനെ പരസ്പരം ഇവർ തമ്മിൽ ശത്രുത പോലായി. അങ്ങനെ നമ്മുടെ ഈ കുട്ടിപ്പയ്യൻ കാരണം അവരുടെ വീട്ടിൽ, അതായത് നമ്മുടെ പുതിയ ഹീറോയുടെ വീട്ടിൽ എപ്പോഴും അഴുക്കാണ്. ഇത് തുടച്ച് നമ്മുടെ ഹീറോയിൻ ശരിക്കും കുഴഞ്ഞിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ നായകനും നായികൻ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ പയ്യനുണ്ടല്ലോ കുട്ടിപ്പയ്യൻ പോയി കാർട്ടൂൺ വെക്കും. അങ്ങനെ ഇവൻ്റെ ഉറക്കം പോയി. അങ്ങനെ ആകെ മൊത്തം ഉറക്കം പോയി നമ്മുടെ ഹീറോ ഉണ്ടല്ലോ വർക്കിലൊക്കെ ഭയങ്കര ഡിപ്രസ്ഡായി. ഏറ്റവും ഒടുവിൽ അവൻ്റെ ജോലി പോകുന്ന സീനും കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഭ്രാന്ത് പിടിച്ച് നമ്മുടെ ഹീറോ വന്നിട്ട് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ കാരണം എൻ്റെ ജോലി പോയി, ഇവിടുന്ന് എങ്ങനെയെങ്കിലും മാറിത്തരണമെന്നൊക്കെ പറയുന്നു. ഇത് കേട്ട രമേശ് അവൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട്, നമ്മൾ കാരണം ഒരു കുടുംബത്തിൽ ഇങ്ങനെ അവസ്ഥ വരണ്ട, നമുക്ക് ഇവിടുന്ന് മാറാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ രമേശിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടായി ഫ്ലാറ്റ് മേടിച്ചെന്ന്, അങ്ങനെയൊന്നും മാറാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഹീറോ തന്നെ വിചാരിക്കുന്നുണ്ട്, എങ്കിൽ നമുക്ക് ഈ ഫ്ലാറ്റ് വിറ്റേക്കാം എന്നുള്ള രീതിയിൽ നായികയോട് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം കൂടെ ചേർന്ന് ഒരാളെ അങ്ങോട്ട് ഫ്ലാറ്റ് കാണിക്കാൻ വരുന്ന സീനുണ്ട്. അവിടെ വരുമ്പോഴത്തേക്കും വീണ്ടും ടെസ്റ്റ്. കാര്യം നമ്മുടെ ഈ പ്രേതമല്ല, കുട്ടിപ്പയ്യൻ എഴുതുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചുമരിനകത്ത് തെളിഞ്ഞു വരുന്നു. അതുപോലെ ഇവൻ്റെ കാൽപ്പാടുകൾ വരുന്നു, കസേരകൾ തന്നെ അനങ്ങുന്നു. ഇത് കണ്ട് ഈ വേടിക്കാൻ വന്ന ആളുണ്ടല്ലോ ജീവനും കൊണ്ട് ഇറങ്ങി ഓടുന്ന സീനാണ് പിന്നീട് കാണുന്നത്. അങ്ങനെ ആ ഒരു കച്ചവടം നടക്കാതെ പോകുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, എനിക്കിനി ഇവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ, നീ ഈ വീടും പിടിച്ചിരുന്നു, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഇറങ്ങി പോകുന്ന സീനുണ്ട്.
ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് ആ രമേശിൻ്റെ ടീമിനോട്. വേറൊന്നുമല്ല, അവർ കാരണം താൻ സ്നേഹിച്ച പെണ്ണ് പോയി, മനസമാധാനം പോയി, എന്തിന് ആകെ ഉണ്ടായിരുന്ന ജോലി കൂടി പോയല്ലോ എന്നോർത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. ഇതെല്ലാം അറിയുന്ന രമേശനുണ്ടല്ലോ ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ്. കാര്യം അവൻ മനസ്സാവാച അറിയാത്ത കാര്യമാണ്, എങ്കിലും താൻ കാരണം ഒരു കുടുംബം കലങ്ങിയല്ലോ എന്നുള്ള രീതിയിൽ തൻ്റെ വൈഫിനോട് പറയുന്നുണ്ട്. കട്ട് ചെയ്ത് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ നേരെ ഫ്രണ്ട്സുമായിട്ട് പോകുന്നുണ്ട്. അവിടെ പോയി വെള്ളവടിയും കാര്യങ്ങളും കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ആ ടൈമിൽ അവിടുത്തെ ഫ്രണ്ട് അടുത്തും പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, നമുക്ക് വഴിയുണ്ടാക്കാം, ആ രമേശൻ എന്ന് പറഞ്ഞ ഫാമിലി എവിടെ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുന്നു. അത് കണ്ടുപിടിച്ച് ഓരോ കാര്യങ്ങൾ സോൾവ് ചെയ്താൽ ചിലപ്പോൾ എല്ലാം മാറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഫ്ലാറ്റ് മേടിച്ച ആളോടും കുറേ ആൾക്കാരോടൊക്കെ തിരക്കി ഏറ്റവും ഒടുവിൽ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ രമേശ് വർക്ക് ചെയ്ത ഫാക്ടറി ചെല്ലുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ രമേശും ഉണ്ടല്ലോ 2012 നമ്മുടെ ഹീറോ എവിടെയാണെന്ന് തിരക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം ഇവർ ഫ്ലാഷ് ബാക്കിലെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ഈ രമേശിനെ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫ്ലാറ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അയാൾ അത്ഭുതപ്പെടെ പറയുകയാണ്, ഞാൻ 2012 അവിടെ താമസിച്ചു എന്നുള്ള ശരിയാണ്, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അവിടെ അല്ലല്ലോ എന്നൊക്കെ പറയുന്നു. എത്ര പറയട്ടെ നമ്മുടെ ഹീറോ പറയുന്നത് അയാൾക്ക് മനസ്സിലാവുന്നില്ല. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഫ്ലാറ്റിൽ വന്നാൽ എല്ലാം മനസ്സിലാകുമെന്ന് പറയുന്നു. അങ്ങനെ രമേശനും ഭാര്യയും അയാളുടെ ഫ്ലാറ്റിൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രമേശൻ തന്നെ 2012 രമേശനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അയാൾക്ക് ഉള്ളിൽ നടന്ന ചില പേഴ്സണൽ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും പരസ്പരം കാര്യം മനസ്സിലായി. കാര്യം 2012 ആ ഫ്ലാറ്റിൽ ജീവിക്കുന്നത് ഞാൻ തന്നെ, ഇപ്പോൾ 2022 ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ തന്നെ. അങ്ങനെ അതിനിടയിൽ അവർ അമ്മ ചോദിക്കുന്നുണ്ട്, 2012 അമ്മ നമ്മുടെ മോനിപ്പോൾ എന്ത് ചെയ്യുന്നു, അവൻ വളർന്ന് വലിയ ആളോ എന്നൊക്കെ ചോദിക്കുന്നു. ഇത് കേട്ട 2022 നിൽക്കുന്ന ആൾക്കാർ കരയുകയാണ്. കാര്യം അവരുടെ മകൻ മരിച്ചിരുന്നു. എങ്ങനെ മരിച്ചിരുന്നു, എന്ന് മരിച്ചിരുന്നു എന്ന് പരസ്പരം കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന സമയത്താണ്, അതായത് 2012 അന്നത്തെ ദിവസം രാത്രിയിലാണ് ഈ പയ്യൻ മരിക്കുന്നത്. അതായത് വെളിയിൽ കളിക്കാൻ പോകുന്ന പയ്യൻ മരത്തിന്മേൽ കയറുകയും കാല് തെറ്റി താഴെ വീണ് മരിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. ഇത് പറയുന്നത് 2022 രമേശനാണ്. ഇപ്പം ചെന്നാൽ നിങ്ങൾക്ക് നമ്മുടെ മോനെ രക്ഷിക്കാൻ പറ്റും, ഓടിച്ചെല്ലൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പരസ്പരം കരഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഓടുന്ന സീനാണ്. അവിടെ ഭയങ്കര മഴയും കാറ്റും നടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. ഹീറോ 2012 ആയതുകൊണ്ട് ഇവർക്ക് പരസ്പരം ഒന്നും അറിയത്തില്ല. പക്ഷേ രമേശൻ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വേറെ വരുന്ന സീനാണ് കാണിക്കുന്നത്. അങ്ങനെ ഫ്ലാറ്റിന് ഫ്രണ്ടിൽ വെച്ച് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ഒരു വണ്ടി വന്നിടിക്കുന്നുണ്ട്. ആ ഇടിച്ച് വേഗത്തിലാണെന്ന് അറിയത്തില്ല, നമ്മുടെ ഹീറോ തെറിച്ച് പോകുന്നുണ്ട്. ഇവൻ നേരെ ചെന്ന് വീഴുന്നത് എവിടെയാണെന്നറിയോ, മേളിൽ നിന്ന് നമ്മുടെ പയ്യൻ കാല് തെറ്റി താഴോട്ട് വീഴുന്നുണ്ട്. നമ്മുടെ ഹീറോ അവനെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മുടെ മഹി മരിച്ചില്ല, നമ്മുടെ ഹീറോയുടെ കയ്യിൽ സേഫ് ആയിരുന്നു. എന്തായെന്ന് നടക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് 2012 കാലഘട്ടത്തിൽ വലുതായിട്ട് മനസ്സിലായില്ല. പക്ഷേ 2012 രമേശിന് എല്ലാ കാര്യം മനസ്സിലായി. ഇതൊക്കെ സംഭവിച്ചത് എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് അയാൾ പറയുന്നു. എന്നിട്ട് റൂമിൽ വന്ന് അവരോട്, അതായത് 2022 രമേശിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, നിങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ മകൻ സേഫാണ്, നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് 2022 രമേശനും ഭാര്യയും ഭയങ്കര ഹാപ്പിയാണ്. എന്തൊക്കെയായാലും എൻ്റെ മോൻ്റെ ജീവൻ രക്ഷപ്പെട്ടല്ലോ, ഞങ്ങൾക്ക് ഇത് മതി, ഞങ്ങൾ ഇതുകൊണ്ട് ജീവിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് വണ്ടറടിച്ച് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഞാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ തിരിച്ചു കിട്ടിയല്ലോ, അതുപോലെ തന്നെ ഈ വീടും ഇനി എനിക്ക് വേണ്ട, നിങ്ങൾ പരസ്പരം ജീവിച്ചോളൂ എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ വിളക്കിട്ട് പോയ ഹീറോയിനെ വരുന്നുണ്ട്. എങ്ങനെ ആ ഫ്ലാറ്റ് അവർക്ക് കൊടുത്തിട്ട് നമ്മുടെ ഹീറോ പുറത്തോട്ട് പോകുന്ന സീനാണ് കാണിക്കുന്നത്. കാര്യം ഈ ഒരു പയ്യൻ്റെ ജീവന് വേണ്ടിയായിരിക്കും ഇങ്ങനെ ടൈം ലൂപ്പ് പോലെ ഈ കാര്യങ്ങളൊക്കെ നടന്നതെന്നാണ് നമ്മുടെ ഹീറോ പറയുന്നത്. അങ്ങനെ ഈ ഒരു സീനോടുകൂടി നമ്മുടെ മൂവി അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.